അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ടാർഗറ്റ് ആയിട്ടുള്ള ദേശാഭിമാനി എത്തിയിട്ടുണ്ട്. രാവിലത്തെ മൊത്തം ട്രാവൽ രാവിലെ നേരത്തെ എണീച്ചു. ഇപ്പം ഏകദേശം 12 മണിയോട് അടുപ്പിച്ചിട്ടായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടുത്തെ ഓരോ സെക്ഷനും അവിടെ പറഞ്ഞു തന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത് പ്ലേറ്റാണ്. ഇതിൽ കൊടുക്കുന്ന കണ്ടൻറ്റുകളാണ് നമ്മൾ പ്രിൻറ്റിലേക്ക് എടുക്കുന്നത്. ആ സമയം യുക്കു എല്ലാവരുമായിട്ട് കമ്പനിയായി. ഒരു ദിവസം കൊണ്ട് അവർ എല്ലാവരും ഫ്രണ്ട്സായി. അഭിനയമായിട്ട് ഭയങ്കര കളിയാണ്. യുക്കു ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങിയത് കൊണ്ട് അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഭയങ്കര മൈഗ്രെയിനിൻ്റെ സ്റ്റാർട്ടിങ് പോലെ തോന്നി. ഭയങ്കര നോയ്സൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഇത് പത്രം പ്രിൻ്റ് ചെയ്ത് ഫോൾഡായിട്ട് പോവുകയാണ്. ഇത് അവസാനം ഡിസ്പാച്ച് സെക്ഷനിലേക്കാണ് പോവുക. അവിടെ നിന്ന് അവർ പാക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലത്തേക്ക് അയക്കുകയാണ് ചെയ്യുക. അവിടുന്ന് നേരെ റൂമിലോട്ട് വന്ന് കുളിച്ച് ഒറ്റൊരു ഉറക്കമായിരുന്നു. പിന്നെ നമ്മൾ നേരെ പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് പോയി. അവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ അവിടെ ചീനവലയൊക്കെ വലിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറേ പായലൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. അതിലിനി ഫിഷ് ഉണ്ടോയെന്ന് അറിയില്ല. സുഭാഷ് പാർക്കിൽ കളിക്കാനുള്ള പ്രതീക്ഷയിലാണ് യുക്കു വന്നത്. പക്ഷെ പാർക്ക് ഈവനിങ് ആണ് ഓപ്പൺ ചെയ്യൂ. അതുകൊണ്ട് തന്നെ യുക്കു ഒരുപാട് കരഞ്ഞു, വാശി പിടിച്ചു കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം അവൾ ഉറങ്ങിപ്പോയി. നമ്മൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മടങ്ങുകയാണ്. ഇവിടുത്തെ പോലെയല്ല, കൊച്ചിയിൽ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ടയേർഡായി. ബോട്ട് കയറിയപ്പോൾ തന്നെ യുക്കോൻ്റെ ഉറക്കമൊക്കെ പോയി. അവളെ ആക്റ്റീവായി. പക്ഷെ ഞങ്ങളൊക്കെ നല്ലോണം വിശന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഫാത്തിബീനെ കാണാതായി എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്ന് ടെൻഷൻ അടിച്ചു. അവസാനം അവളെ കണ്ടു. അങ്ങനെ ഒരു 3:30 ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊളംബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറി. അത്യാവശ്യം അതൊരു പഴക്കം ചെന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഹോട്ടലാണെന്ന് മനസ്സിലായി. അതോടൊപ്പം ആ ഹോട്ടൽ നമ്മുടെ ജീവിതത്തിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അത് ഞാൻ കമൻറ്റിലിടാം. അപ്പോൾ എല്ലാവരും ഈഗേർലി വെയിറ്റിംഗ് ആണ് ഫുഡിന് വേണ്ടിയിട്ട്. നല്ലോണം വിശക്കുന്നുണ്ട്, എല്ലാവർക്കും ടയേർഡുമാണ്. സുഭാഷ് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒക്കെ വാശി പിടിച്ചിട്ട് തന്നെ അടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ കുട്ടികൾ ജ്യൂസ് സ്ട്രീറ്റിൽ പോയി അവിടെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ടാണ് അവർ നമ്മുടെ കൂടെ തിരിച്ച് ബോട്ടിലേക്ക് കയറുന്നത്. ദെൻ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറി. എറണാകുളത്ത് പോകുന്ന സമയത്ത് ഭയങ്കര മൂടിയായിട്ടുണ്ടായിരുന്ന അഭിനയ പെട്ടെന്ന് കീ കൊടുത്ത പോലെ റിട്ടേൺ സമയത്ത് ഭയങ്കര ആക്റ്റീവായിരുന്നു. എന്തായാലും അത് ഹോൾ ജേണീനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വൈബ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ആ യാത്രക്ക്. അതിൻ്റെ ഇടയിൽ ഉറങ്ങിയ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നീട് അർഷിതയും അഭിനയുടെ കൂടെ ജോയിൻ ചെയ്തപ്പം മൊത്തം സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ കമ്പാർട്ട്മെൻറ്റിൽ അവരായിട്ട് മാറി. ഷബാസിന് അവരെ കൂടെ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ബുദ്ധിജീവി ഇമേജിന് അത് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കണം അവനവിടെ ജസ്റ്റ് ചിരിച്ചുകൊണ്ട് നിന്നു. ഇതൊന്നും കലാകാരിയായ യുക്കുവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾ ചിത്രം വരക്കലും ഒക്കെ ആയിട്ട് ജെന്നിയുടെ കൂടെ കൂടിയിട്ടുണ്ട്. ജെന്നിയെ വളരെ കാര്യമായിട്ട് തന്നെ യുക്കു ഒബ്സർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ചുറ്റുപാടുള്ള ബഹളങ്ങളൊന്നും അവളെ എഫക്റ്റ് ചെയ്യുന്നില്ല. ആദ്യം അങ്ങനെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൾ വൈറലാവോ എന്നുള്ള പേടിയിൽ മുടിയൊക്കെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. നബീലും കട്ട സപ്പോർട്ടുമായിട്ട് അഭിനയുടെ കൂടെ തന്നെയുണ്ട്. ജെന്നിയുടെ ചിത്രം റെഡി ആയിട്ടുണ്ട്. അത് കണ്ടിട്ട് ജെന്നി ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. യുക്കുവിനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് യുക്കുവിൻ്റെ ചിത്രം വരക്കാന്ന് പറഞ്ഞിട്ട് ജെന്നിയെ സ്ലേറ്റും വാങ്ങിച്ചിട്ടിരിക്കുന്നുണ്ട്. പിന്നെ യുക്കു എല്ലാവരെ കൊണ്ടും ചിത്രം വരപ്പിക്കേണ്ട തിരക്കിലാണ്. അവസാനം അഭിനയ ഏതോ മുട്ടായി കൊടുത്തിട്ട് എൻ്റെ മോളെ ഉറക്കിയിട്ടുണ്ട്. അത് കഴിച്ചിട്ടാണോ എന്നറിയില്ല, എല്ലാവരും നല്ല ഉറക്കായി. ലാസ്റ്റ് കണ്ണൂർ എത്തുമ്പോൾ ഒരു 12:30 മണിയായിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ധർമ്മശാലയിലേക്കുള്ള KSRTC ബസ്സിൽ കയറി. അവിടെ ഇറങ്ങി എന്നെ കൊണ്ടു പിക്ക് ചെയ്യാൻ വന്നു.
കുട്ടികളെല്ലാവരും നടന്ന് അവരുടെ ഹോസ്റ്റലിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ഏകദേശം 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു.